പ്രിയപ്പെട്ടവരെ, നമ്മളിലേക്ക് കടന്നു വരാനുള്ളത് ക്രിസ്തുമസ് എന്ന് പറയുന്ന ക്രിസ്മസാ കടന്നു വരാറുള്ളത്. എന്താ ക്രിസ്തുമസ് എന്ന് പറഞ്ഞാൽ, എന്താ ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ, മഹാനായ ഈസാ നബി അലൈഹിസ്സലാം ദൈവമാണെന്ന് വിശ്വസിക്കുന്ന ക്രിസ്ത്യാനികൾ ഈസാ നബി അലൈഹിസ്സലാം ജനിച്ച ദിവസമാണ് എന്ന് വിശ്വസിക്കുന്ന ദിവസമാണ് ഡിസംബർ 25. അങ്ങനൊരു ദിവസമാണ് കടന്നു വരാൻ പോകുന്നത്. അപ്പോഴേക്കും ആ മതക്കാരെ സംബന്ധിച്ചിടത്തോളം, ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം അവർക്കത് അവരുടെ മതത്തിന്റെ ആഘോഷമാണെങ്കിൽ, മുസ്ലിമീങ്ങളായ നമ്മൾ ഈസാ നബി അള്ളാഹുവിന്റെ പ്രവാചകനാണെന്ന് വിശ്വസിക്കുന്നവരല്ലേ? നമ്മൾക്ക് എങ്ങനെയാണ് ഈസാ നബി ദൈവമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു സംസ്കാരത്തെ എന്ന ആഘോഷത്തെ ആഘോഷിക്കാൻ കഴിയുക? ആലോചിച്ചു നോക്ക് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരികളെ. അള്ളാഹു പറഞ്ഞത് സെമിറ്റിക് മതങ്ങളെ സംബന്ധിച്ചിടത്തോളം 3 രീതിയിലാണ് ഈസാ നബി അലൈഹിസ്സലാമിനെ കുറിച്ച് അവർ വിശ്വസിക്കുന്നത്. സെമിറ്റിക് മതങ്ങൾ എന്ന് പറഞ്ഞാൽ ജൂദായിസം, ക്രിസ്ത്യാനിസം, ഇസ്ലാമിസം, ഈ 3 മതങ്ങളാണ് സെമിറ്റിക് മതങ്ങൾ എന്ന് പറയുന്നത്. ജൂതന്മാര് പറയുന്നത് ഈസാ നബി ജാരസന്തതി എന്നാണ്. നിങ്ങൾ ആലോചിക്കണം, ഈസാ നബി ജാരസന്തതിയാണ്. മറിയം ബീവി അവിഹിത ബന്ധത്തിലേർപ്പെട്ട് അതിൽ നിന്നുണ്ടായ കുട്ടിയാണ് ഈസാ നബി എന്ന് ആര് പറയുന്നു? ജൂതന്മാർ. അതുകൊണ്ടാണ് ജൂതന്മാർ ഈസാ നബിയെ കൊല്ലാൻ തുടങ്ങിയത്. മറിയമിനോട് ചോദിക്കുന്നുണ്ട്, ഒമാ കാന അബൂകി ഇംറഅ സൗഇൻ, മറിയമേ, നിന്റെ ഉപ്പ മോശക്കാരിയല്ലായിരുന്നല്ലോ, നിന്റെ ഉപ്പ മോശക്കാരായിരുന്നില്ലല്ലോ, നീ എന്താ മോശക്കാരായി, നീ എന്താ മോശക്കാരിയായി എന്ന് ജൂതന്മാര് മഹദിയായ മറിയം ബീവിയോട് ചോദിക്കുന്നുണ്ട്. എന്നിട്ട് ജൂതന്മാരാണ് ഈസാ നബി അലൈഹിസ്സലാമിനെ കുരിശിലേറ്റാൻ വേണ്ടി, കൊല്ലാൻ വേണ്ടി പിന്നാലോടുന്നത്. എന്നിട്ട് കൊന്നു എന്നാണ് ജൂതന്മാരുടെ വിശ്വാസം, കൊന്നു എന്നാണ് ക്രിസ്ത്യാനികളുടെ വിശ്വാസം. കൊന്നിട്ടില്ല, അല്ലാഹു ആകാശത്തേക്ക് ഉയർത്തി എന്നാണ് മുസ്ലിമീങ്ങളുടെ വിശ്വാസം. ഞാൻ പറയട്ടെ, ഒമാ ഖതലൂഹു വമാ സ്വലബൂഹു വലാകിൻ ശുബ്ബിഹ ലഹും. മഹാനായ ഈസാ നബി അലൈഹിസ്സലാം ഒരു മുറിക്കകത്തേക്ക് കയറിയപ്പോ അല്ലാഹു ഈസാ നബിയെ ഉയർത്തുകയും അതേപോലെയുള്ള ഒരാളെ തൽസ്ഥാനത്ത് സ്ഥാപിക്കുകയും ചെയ്തു എന്ന് പറയുന്നത് ഖുർആനാണ്. അപ്പൊ മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈസാ നബി പ്രവാചകനാണ്. ജൂതന്മാരെ സംബന്ധിച്ചിടത്തോളം ജാരസന്തതിയാണ്. ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം ദൈവമാണ്. ഞാൻ ചോദിക്കട്ടെ, ഫലസ്തീനും ഇസ്രയേലും തമ്മിലുള്ള ബന്ധം, ഈ ഒരു യുദ്ധത്തില് ജൂതന്മാരാണല്ലോ മുസ്ലിമീങ്ങളെ ആക്രമിക്കാൻ പോകുന്നത്. അമേരിക്ക എന്നാൽ ക്രൈസ്തവരാണ് അമേരിക്കയിൽ ബഹുഭൂരിഭാഗം ആളുകളുമുള്ളത്. ജൂതന്മാർ ഈസാ നബിയെ കൊന്നു എന്ന് വിശ്വസിക്കുന്ന അമേരിക്കക്കാരന് എങ്ങനെയാണ് ഇസ്രയേലുകാരെ സഹായിക്കാൻ കഴിയുക? നെപ്പോളിയനും അതുപോലെ തന്നെ ഹിറ്റ്ലറുമടക്കം 15 ലക്ഷത്തോളം ജൂതന്മാരെ കൊന്നൊടുക്കിയിട്ടുണ്ട്. ലോക ചരിത്രം നമ്മൾ പഠിച്ചു നോക്കുകയാണെങ്കിൽ 1-ാം ലോക മഹായുദ്ധത്തോടനുബന്ധിച്ച്, കുരിശ് യുദ്ധത്തോടനുബന്ധിച്ച് ജൂതന്മാരെ ഏറ്റവും കൂടുതൽ ആക്രമിച്ചത് ക്രിസ്ത്യാനികളാണ്. കാരണം ജൂതന്മാരാണ് ഈസാ നബിയെ കൊന്നത് എന്ന് ക്രൈസ്തവർ വിശ്വസിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, എന്നിട്ട് പോലും പഴയകാല ചരിത്രമെല്ലാം മറന്നിട്ട് പാവപ്പെട്ട മുസ്ലിമീങ്ങളെ 20,000 കണക്കിനാളുകളെ ഫലസ്തീനിൽ വെച്ച് നിഷ്ഠൂരമായി കൊലപ്പെടുത്തുമ്പോ ക്രൈസ്തവർ തിങ്ങിപ്പാർക്കുന്ന അമേരിക്കയെ പോലെയുള്ള രാജ്യങ്ങൾക്ക് എങ്ങനെയാണ് ആയുധം നൽകി സഹായിക്കാൻ കഴിയുക? എന്ത് ബന്ധമാണ് എന്ന് ആലോചിച്ചാൽ നമ്മൾക്കറിയുന്നില്ല. ഏതായാലും എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരികളോട് പറയാനുള്ളത്, നമ്മൾ മതങ്ങൾക്കിടയിൽ സൗഹാർദ്ദം വേണമെന്ന് തന്നെയാണ് ഇസ്ലാം പറയുന്നത്. പക്ഷേ മറ്റുള്ള മതക്കാരുടെ മതത്തിന്റെ ഭാഗം നമ്മുടെ മതത്തിലേക്ക് നമ്മൾ ചേർക്കാൻ പാടില്ല. ലക്കും ദീനുക്കും വലിയ ദീൻ. അർത്ഥമറിയാതെ ഖുർആൻ ഓതുന്നത് കൊണ്ടാണ് ഇതൊന്നും നമ്മൾക്ക് തിരിയാതെ വരുന്നത്. നിങ്ങളുടെ ആരാധ്യ പുരുഷന്മാരെ ഞാൻ ആരാധിക്കുന്നില്ല, നിങ്ങളുടെ ആരാധ്യ പുരുഷന്മാരെ ഞാൻ ആരാധിക്കുന്നില്ല. ലക്കും ദീനുക്കും വലിയ ദീൻ. നിങ്ങൾക്ക് നിങ്ങളുടെ ആദർശം, എനിക്ക് എന്റെ ആദർശം എന്ന് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത്. മുസ്ലിമീങ്ങളെ, നമ്മൾക്ക് എന്തേ തിരിയാതെ പോകുന്നു? അർത്ഥമറിയാത്തത് കൊണ്ടല്ലേ നമ്മളെ പോലെയുള്ള ആളുകളെ ഈസാ നബി അള്ളാഹുവിന്റെ ദൈവമാണ് എന്ന് വിശ്വസിക്കുന്ന ആ ആഘോഷങ്ങളിൽ നമ്മളും പങ്കാളികളാകുന്നത്. അവരുണ്ടാക്കി തരുന്ന ഭക്ഷണം നമ്മൾ കഴിക്കണ്ട എന്നല്ല, നമ്മൾ ഉണ്ടാക്കിയ ഭക്ഷണം അവർക്ക് കൊടുക്കണ്ട എന്നല്ല, നമ്മൾ സൗഹാർദ്ദത്തോടെ സ്നേഹത്തോടെ ജീവിക്കണമെന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. മതങ്ങൾക്കിടയിൽ
മുസ്ലിമീങ്ങളായ ആളുകൾ, ഹൈന്ദവരായ ആളുകളെ, ക്രൈസ്തവരായ ആളുകൾക്കിടയിൽ ഒരു വ്യത്യാസം പോലും ഉണ്ടാവാതെ മാനുഷികമായ എല്ലാ ബന്ധവും നമ്മളുടെ ഇടയിൽ ഉണ്ടാവണം. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ, ക്രിസ്താബ്ദം 638 മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ബൈത്തുൽ മുഖദ്ദസ് കീഴടക്കുമ്പോ ബൈത്തുൽ മുഖദ്ദസിന്റെ അധിപനായിരുന്ന ക്രൈസ്തവ രാജാവ് മഹാനായ ഉമർ തങ്ങളുടെ കയ്യിൽ ഫലസ്തീനിന്റെ ചാവി കൊടുത്തപ്പോ, ബൈത്തുൽ മുഖദ്ദസിന്റെ താക്കോല് കൈമാറിയപ്പോ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് ബാങ്കിന്റെ വിളി കേൾക്കുകയുണ്ടായി. ആ ബാങ്കിന്റെ വിളി കേട്ടപ്പോൾ എവിടെ നിസ്കരിക്കണമെന്ന് അവിടെയുള്ള പാതിരിമാരോട് ചോദിച്ചപ്പോ ക്രിസ്ത്യാനികളുടെ ചർച്ചായിരുന്ന ഈ ചർച്ച് കാണിച്ചു പറഞ്ഞു, ഇവിടെ തന്നെ നിസ്കരിച്ചോളൂ എന്ന് ഉമർ തങ്ങളോട് പറഞ്ഞപ്പോ ഉമർ തങ്ങൾ പറഞ്ഞത്, വേണ്ട വേണ്ട, ഇവിടെ ഞാനെങ്ങാനും നിസ്കരിച്ചാൽ ശേഷം വരുന്നൊരു തലമുറ മുസ്ലിമീങ്ങളായ എന്റെ അനുയായികളെ ഉമർ ഇവിടെ നിസ്കരിച്ചു എന്ന് പറഞ്ഞിട്ട് ഈ ചർച്ച പള്ളിയാക്കാൻ അവർ ആവശ്യപ്പെടും. അതുകൊണ്ട് നിങ്ങളുടെ ചർച്ചിൽ ഞാൻ നിസ്കരിക്കുന്നില്ല, നിങ്ങളുടെ ആരാധന നിങ്ങൾ ഇവിടെ തുടർന്നോളൂ എന്നാ പറഞ്ഞത്. ഓരോ മതങ്ങൾക്കും അവരവരുടെ വിശ്വാസം ഉണ്ടാകും. അവരുടെ ദൈവങ്ങളെ നമ്മൾ കളിയാക്കാൻ പാടില്ല, അവരുടെ ബിംബങ്ങളെ നമ്മൾ കളിയാക്കാൻ പാടില്ല, അവരുടെ ആരാധനാലയങ്ങളെ നമ്മൾ കൊച്ചാക്കാൻ പാടില്ല, അവരുടെ ദൈവങ്ങളെയും നമ്മൾ കൊച്ചാക്കാൻ പാടില്ല. എല്ലാ മതങ്ങളെയും നമ്മൾ ബഹുമാനിക്കുക. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഇവിടെ നമ്മൾക്ക് പറയാനുള്ളത്, പ്രിയപ്പെട്ടവരെ, ഈ ഒരു സമയത്ത് നിങ്ങളോട് ഉണർത്താനുള്ളത്, നമ്മൾ എങ്ങനെയാണ് നമ്മുടെ മതം പറയുന്നത് ഈസാ നബി പ്രവാചകനാണ് എന്ന്, എന്നാൽ ക്രൈസ്തവര് പറയുന്നത് ഈസാ നബി ദൈവമാണ് എന്ന്. ആ ദൈവത്തിന്റെ ജന്മദിനത്തിലോ ആ ദൈവത്തിന്റെ മരണദിനത്തിലോ അവർ ആഘോഷിക്കുമ്പോ അവരുടെ ആഘോഷത്തിലെ ഒരു ദൈവം എന്ന രീതിയിൽ നമ്മൾക്ക് എങ്ങനെയാണ് സഹകരിക്കാൻ കഴിയുക? എങ്ങനെയാണ് നമ്മുടെ വീട്ടിൽ സ്റ്റാർ തൂക്കാൻ കഴിയുക? എങ്ങനെയാണ് ക്രിസ്മസ് അപ്പൂപ്പന്റെ വേഷം നമ്മൾക്ക് ധരിക്കാൻ കഴിയുക? ഇത് വർഗീയമായി ആരും ചിത്രീകരിക്കേണ്ട, ഈ പ്രഭാഷണത്തെ വർഗീയമായി ആരും ചിത്രീകരിക്കേണ്ട. മുസ്ലിമീങ്ങളുടെ മതത്തിന്റെ ആദർശങ്ങൾ ഉൾക്കൊള്ളലല്ല മറ്റുള്ള മതക്കാര് നമ്മളോട് കാണിക്കുന്ന സ്നേഹത്തിന്റെ ഭാഗം. മുസ്ലിമീങ്ങൾ ഏകനായ അള്ളാഹുവിൽ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ് നമ്മുടെ പള്ളിയിൽ വന്നിട്ട് ഹിന്ദുക്കളെ നിസ്കരിക്കലല്ല മതസൗഹാർദ്ദം എന്ന് പറയുന്നത്, ക്രിസ്ത്യാനികൾ വന്ന് നമ്മുടെ പള്ളിയിൽ നിസ്കരിക്കലല്ല മതസൗഹാർദ്ദം എന്ന് പറയുന്നത്, നമ്മൾ അമ്പലത്തിൽ പോയി അവരുടെ ദൈവത്തിന്റെ മുമ്പിൽ തലകുനിക്കലല്ല മതസൗഹാർദ്ദം എന്ന് പറയുന്നത്. മതങ്ങൾക്കിടയിലല്ല സൗഹാർദ്ദം, മനുഷ്യർക്കിടയിലാ ഉണ്ടാവേണ്ടത്. മതങ്ങൾക്കിടയിലല്ല സൗഹാർദ്ദം ഉണ്ടാവേണ്ടത്, മനുഷ്യന്മാർക്കിടയിലാ സൗഹാർദ്ദം ഉണ്ടാവേണ്ടത്. മതങ്ങൾക്കിടയിൽ എങ്ങനെയാ സൗഹാർദ്ദം ഉണ്ടാവുക? ഏകനായ അള്ളാഹുവിൽ വിശ്വസിക്കുന്ന നമ്മള്, ബഹുദൈവങ്ങളിൽ വിശ്വസിക്കുന്ന ഹിന്ദുക്കള്, ത്രിയേകത്തിൽ വിശ്വസിക്കുന്ന ക്രിസ്ത്യാനികള് എങ്ങനെയാണ് ഏകത്വം ഉണ്ടാവുക, സമന്മാരാവുക? ഏകനായ റബ്ബിനെ മാത്രമല്ലേ നമ്മൾ ആരാധിക്കുള്ളൂ. നമ്മുടേത് ശരിയാണ് എന്നൊരു ക്രിസ്ത്യാനി പറഞ്ഞാൽ അവർക്ക് അവരുടെ മതത്തിൽ എന്ത് വിശ്വാസമാണുള്ളത്? നമ്മുടേത് ശരിയാണെന്നൊരു ഹിന്ദു പറഞ്ഞാൽ അവർക്ക് അവരുടെ മതത്തിൽ എന്ത് വിശ്വാസമാണുള്ളത്? ഹിന്ദുക്കളുടെ മതം ശരിയാണെന്നൊരു മുസ്ലിം പറഞ്ഞാൽ മുസ്ലിമീങ്ങൾക്ക് അവരുടെ മതത്തിൽ എന്ത് വിശ്വാസമാണുള്ളത്? അപ്പൊ മതങ്ങൾ തമ്മിൽ അല്ല സൗഹാർദ്ദം ഉണ്ടാവേണ്ടത്, മതങ്ങളായി തുടർന്നോട്ടെ. മനുഷ്യന്മാർക്കിടയിലാ സൗഹാർദ്ദം ഉണ്ടാവേണ്ടത്. ക്രിസ്ത്യാനിയെ കാണുമ്പോ, ഹിന്ദുവിനെ കാണുമ്പോ, ജൂതനെ കാണുമ്പോ സ്നേഹിക്കാനും നല്ല ബന്ധം സ്ഥാപിക്കാനും നമ്മൾക്ക് കഴിയണം. എന്ന് വെച്ച് അവരുടെ ആഘോഷങ്ങളിൽ നമ്മുടെ ആദർശം പണയം വെക്കാൻ പാടില്ല. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് പറയാണ്, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരികളോട് പറയാണ്, നമ്മളൊരു മുസ്ലിമാണ് എന്നുള്ള ബോധമുണ്ടാവണം. ഏകനായ അള്ളാഹുവിൽ ആരാധിക്കുന്നവരാണ് നമ്മള്. അപ്പോ അവരുടെ ഭക്ഷണം കൊണ്ടു തന്നാൽ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാം, അതൊന്നുമല്ല ഞാൻ പറയുന്നത്. നമ്മുടെ മതത്തിൽ നിന്ന്, മതത്തിന്റെ ആശയങ്ങൾക്കെതിരെയുള്ള ആശയങ്ങളുമായി നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ പാടില്ല. ഇതെനിക്ക് പറ്റൂല എന്ന് പറയുന്നതിൽ യാതൊരു കുഴപ്പവുമില്ല. മഹാനായ ജഅഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ക്രൈസ്തവ രാജാവായ നജാശിയുടെ അടുത്തേക്ക് പോകുന്നുണ്ട്. മക്കയിൽ ജീവിക്കാൻ കഴിയാതെ വരുമ്പോ, മക്കയിൽ നിന്ന് ആട്ടി ഓടിക്കുന്ന സമയത്ത് മഹാനായ ജഅഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു എവിടെ പോകുന്നുണ്ട്? ക്രൈസ്തവ രാജാവായ നജാശിയുടെ സ്ഥലത്തേക്ക്, നജാശിയുടെ അധികാര കേന്ദ്രത്തിലേക്ക് പോയി അഭയം തേടുന്നുണ്ട്. ആ സമയത്താണ് മക്കയിൽ നിന്നൊരു വിഭാഗം ആളുകൾ, മുശ്രിക്കീങ്ങൾ കടന്നു വന്നിട്ട് നജാശി രാജാവിനോട് പറയുന്നത്, ഇവര് ഞങ്ങളിൽ നിന്ന് ഒളിച്ചോടി വന്നവരാണ്, ഞങ്ങളുടെ നാട്ടിൽ ഭിന്നിപ്പുണ്ടാക്കിയവരാണ്. ഇവര് ഈസാ നബി അലൈഹിസ്സലാമിനെ നിങ്ങൾ വിശ്വസിക്കുന്നത് പോലെയല്ല തരം താഴ്ന്നിട്ടാ വിശ്വസിക്കുന്നത്. നിങ്ങളൊരു ദൈവമാണെന്ന് വിശ്വസിക്കുന്നുവെങ്കിൽ അവരത് നിഷേധിക്കുന്നുണ്ട്. അതുകൊണ്ട് അവരെ എങ്ങാനും നിങ്ങൾ നിങ്ങളുടെ കൂടെ താമസിക്കാൻ അഭയം നൽകി അവരെ കൂടെ കൂട്ടിയാൽ നിങ്ങളുടെ നാട് ഛിന്ന ഭിന്നമാകുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയപ്പോ
മാന്യനായ ക്രൈസ്തവ രാജാവ് നജ്ജാശി പറഞ്ഞത്, ഞാൻ അവരോടൊന്ന് സംസാരിച്ചു നോക്കട്ടെ. അങ്ങനെ രാജാവിന്റെ മുമ്പിലേക്ക് മഹാനായ ജഅഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു കൊട്ടാരത്തിലേക്ക് കടന്നു വരുമ്പോൾ അന്നത്തെ പതിവ് പോലെ രാജാവിന്റെ മുമ്പിൽ തലകുനിക്കണം. അദ്ദേഹം തലകുനിക്കാതെയാണ് വന്നത്. അതാ ഞാൻ പറയുന്നത്, ആദർശം പണയം വെക്കാനുള്ളതല്ല. ഒരാളുടെ മുമ്പിലും നമ്മളുടെ ആദർശം പണയം വെക്കാൻ പാടില്ല. രാജാവായാലും സമ്പന്നനായാലും മുതലാളിയായാലും രാഷ്ട്രീയ നേതാക്കന്മാരായാലും നമ്മുടെ ആദർശം പണയം വെച്ചിട്ടൊരു രാഷ്ട്രീയവും നമ്മൾക്ക് വേണ്ട. നമ്മുടെ രാഷ്ട്രീയം പണയം വെച്ചൊരു സമ്പന്നരും നമ്മൾക്ക് വേണ്ട. നമ്മുടെ ആദർശം പണയം വെച്ചൊരു സമ്പന്നരും വേണ്ട. നമ്മുടെ ആദർശം പണയം വെച്ചൊരു ജോലിയും നമ്മൾക്ക് വേണ്ട. മഹാനായ ജഅഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പ്രോട്ടോകോൾ തെറ്റിച്ചുകൊണ്ട് കൊട്ടാരത്തിലേക്ക് കയറി രാജാവിന്റെ മുമ്പിൽ തലകുനിക്കാതെ. അപ്പൊ ചോദിക്കുന്നുണ്ട്, എന്തേ നീ തലകുനിക്കാത്തത്? ഇത് രാജാവാണെന്നറിയില്ലേ? ആ സമയത്താണ് മഹാനായ ജഅഫർ ഇബ്നു അബീ ത്വാലിബ് തങ്ങൾ പറയുന്നത്, ഞങ്ങൾക്കൊരു പ്രവാചകൻ വന്നിട്ടുണ്ട്. ആ പ്രവാചകന്റെ പേര് മുഹമ്മദ് എന്നാണ്. ആ മുഹമ്മദ് ഞങ്ങളോട് പഠിപ്പിച്ചത് അല്ലാഹുവിന്റെ മുമ്പിലല്ലാതെ വേറെ ഒരാളുടെ മുമ്പിലും തലകുനിക്കരുത് എന്നാണ്. പ്രിയപ്പെട്ടവരെ, മക്കയിൽ ജീവിക്കാൻ അനുവദിക്കാതെ മക്കയിൽ നിന്ന് ക്രൂരമായി പീഡനമേറ്റിട്ട് നിരന്തരമായ പീഡനങ്ങൾക്ക് ശേഷം ഒരു ആശ്വാസത്തിന് വേണ്ടി വന്നതാണ് എന്ന് പോലും ഓർക്കാതെ ഇതിന്റെ പേരിൽ വീണ്ടും തിരിച്ച് മക്കയിലേക്ക് പറഞ്ഞയച്ചാലും കുഴപ്പമില്ല, രാജാവിന്റെ മുമ്പിൽ തലകുനിക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല എന്ന് ആദർശം പണയം വെക്കാതെ രാജാവിന്റെ മുന്നിൽ പറഞ്ഞപ്പോൾ രാജാവ് അയാളെ റെസ്പെക്ട് ചെയ്യുകയാ ചെയ്തത്. നജ്ജാശി രാജാവ് ബഹുമാനിക്കുകയാ ചെയ്തത്. എന്നിട്ട് അദ്ദേഹത്തോട് സംസാരിക്കാൻ പറഞ്ഞു. സംസാരിക്കുമ്പോൾ അദ്ദേഹം മനോഹരമായ രീതിയിൽ പ്രഭാഷണം നടത്തുന്നുണ്ട്. ആ പ്രഭാഷണത്തിൽ അദ്ദേഹം പറയുന്നത്, ഞങ്ങളോട് ഞങ്ങളുടെ പ്രവാചകൻ പറഞ്ഞത്, പ്രവാചകൻ ഞങ്ങളിലേക്ക് കടന്നു വന്നിട്ട് ഞങ്ങളോട് പറഞ്ഞത് കളവ് പറയാൻ പാടില്ല. ഞങ്ങളൊക്കെ കളവ് പറയുന്ന ആളായിരുന്നു. പ്രവാചകൻ പറഞ്ഞു ഞങ്ങളോട് കളവ് പറയരുത്. അതിനുശേഷം ഞങ്ങൾ കളവ് പറയുന്നത് നിർത്തുകയാണ് ഉണ്ടായത്. ഞങ്ങൾ വ്യഭിചരിക്കുന്നവരായിരുന്നു. ഞങ്ങളോട് പറഞ്ഞു വ്യഭിചരിക്കരുത് എന്ന്, പരസ്ത്രീ ബന്ധം പാടില്ല എന്ന് പറഞ്ഞു. ഞങ്ങളെ വിവാഹം കഴിച്ച് അനുവദനീയമായ ബന്ധം മാത്രമേ നമ്മൾക്കുള്ളൂ. പിന്നെ ഞങ്ങളോട് പറഞ്ഞു കള്ളു കുടിക്കരുതെന്ന്, ഞങ്ങളത് നിർത്തി. അയ്യോ കൊള്ളവൻ ബലഹീനരായ ആളുകളെ പീഡിപ്പിക്കരുതെന്ന് പറഞ്ഞു, ഞങ്ങളത് അനുസരിച്ചു. അങ്ങനെ ഒരുപാട് നന്മകൾ പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഇസ്ലാമിൽ എന്തെന്നില്ലാത്ത മഹത്വം തോന്നി. അങ്ങനെയാണ് നജ്ജാശി രാജാവ് ചോദിക്കുന്നത്, ഞങ്ങളുടെ ഈസാ നബി അലൈഹിസ്സലാമിനെ കുറിച്ച് എന്താ പറയുന്നത് എന്ന്. ആ സമയത്താണ് മഹാനായ ജഅഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയുന്നത്, ഞങ്ങളോട് ഞങ്ങളുടെ പ്രവാചകൻ ഈസാ നബി അലൈഹിസ്സലാമിനെ കുറിച്ച് പറയുന്നത് ഒരു പ്രവാചകനാണ് എന്നാണ്, അള്ളാഹുവിന്റെ ദൂതനാണ് എന്നാ പറയുന്നത്. ഇത് കേട്ടപ്പോഴാണ് നജ്ജാശി പറയുന്നത്, ഇത് അള്ളാഹുവിന്റെ ഹബീബായ മുഹമ്മദ് നബിയെ കുറിച്ച് പറയുന്നത്. ഞങ്ങളുടെ ദൈവമാണ് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്ന ഈസാ നബി ഞാനൊരു പ്രവാചകനാണെന്നും എന്റെ കാലശേഷം ഒരു പ്രവാചകൻ വരുമെന്നും പറഞ്ഞിട്ടുണ്ട്. മുഹമ്മദ് എന്ന് പേരുള്ളൊരു പ്രവാചകൻ വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ പ്രവാചകനാണിത് എന്ന് പറഞ്ഞിട്ട് മുസ്ലിമീങ്ങളെ സ്വീകരിക്കുകയാ ചെയ്തത്. ആദർശം പണയം വെച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് അവരുടെ സ്ഥാനം നഷ്ടപ്പെട്ടില്ല. അഭയം നൽകിയ നാട്ടിൽ നിന്ന് അവരെ ഇറക്കി വിട്ടിട്ടില്ല. പ്രിയപ്പെട്ടവരെ, പിന്നെ എന്തിനാണ് നമ്മൾ നമ്മുടെ ഹിജാബുകൾ വലിച്ചെറിയുന്നത്, നമ്മുടെ പർദ്ദകൾ വലിച്ചെറിയുന്നത്, നമ്മുടെ തൊപ്പികൾ വലിച്ചെറിയുന്നത്, നമ്മുടെ താടി വലിച്ചെറിയുന്നത്? അതേപോലെ മറ്റുള്ളവരുടെ ആഘോഷങ്ങളിൽ മതസൗഹാർദ്ദം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ദീനിന് പോലും പോറലേൽക്കുന്ന രീതിയിൽ നമ്മൾ പങ്കാളികളാകുന്നത്. പ്രിയപ്പെട്ടവരെ, മതം വിറ്റിട്ടല്ല, ആദർശം പണയം വെച്ചിട്ടുള്ള ഒരു ആഘോഷങ്ങളിലും നമ്മൾ പങ്കെടുക്കാൻ പാടില്ല. എന്റെ പ്രഭാഷണം പൂർണ്ണമായി കേൾക്കുന്ന ആളുകൾക്ക് എന്താ ഞാൻ പറഞ്ഞത് എന്ന് കൃത്യമായി മനസ്സിലാക്കിയിട്ടുണ്ടാകും. അതല്ലാതെ പകുതി ക്ലിപ്പാക്കി വെച്ചാൽ ഇതൊരു വർഗീയ പ്രഭാഷണമാക്കിയിട്ട് ഏത് സ്വതന്ത്ര ചിന്താഗതിക്കാർക്കും ഏത് യുക്തിവാദികൾക്കും ഇത് മാറ്റത്തിരുത്തലുകൾക്ക് വിധേയമാക്കാൻ സാധിക്കും. ഇതുപോലുള്ള പ്രഭാഷണങ്ങൾക്കും ക്ലാസുകൾക്കും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ശേഷം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക. നിങ്ങൾ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിച്ചേക്കും.